അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് റവയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ തലേന്നത്തെ ബാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് റവ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് ചോറും കൂടെ ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തലേന്ന് ബാക്കിയുള്ള ചോറാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലുള്ള റവ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നോളും. അപ്പോൾ അത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്കിനി ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഇനിയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാട്ടോ ആയി കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി കുറവായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ചും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി നമുക്കിതിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ആകെ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടോ ഇതിലേക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നമ്മൾ ഒരു അരമണിക്കൂറോളം സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നത്. അരമണിക്കൂർ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ്. പൊറോട്ട മാവിൻ്റെ ഒക്കെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പകുതി ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഓരോ ഉരുളകളും പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഇതേപോലെ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ആ ചപ്പാത്തി ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ചും കൂടി ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം. ഈ ഭാഗത്തും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ബാക്കി ചോറൊക്കെ വരുമ്പോൾ അതുപോലെ തയ്യാറാക്കി നോക്കി. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.